ഗൈസ് വെൽക്കം ബാക്ക് ടു ആദ്യ സർക്കെ ആൻഡ് ആദ്യ കൈവിക്ക്. അപ്പോൾ നമ്മളോട് ആദ്യ കൈവിക്കും ആദ്യം ഞാനും ഉണ്ട്, പിന്നെ നിഖിലാണ് ക്യാമറമാൻ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണ OTP ആണ്, ഒരു ചലഞ്ച് ആയിട്ടാണ് OTP. അതിന്റെ പേരാണ് OTP. നിഖിൽ പറഞ്ഞു തരും ഫുൾ ഫോം. വൺ ടച്ച് പാസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ചലഞ്ചിന്റെ റൂൾസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ ചലഞ്ചിന്റെ റൂൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ടച്ച് പാടില്ല, അതേ ഉള്ളൂ. വൺ ടച്ചാണ് നമ്മളിങ്ങനെ പൊക്കെയാണ് പാസ് ചെയ്തത്. പിന്നെ ബാക്ക് പാസ് എങ്ങനെ താച്ച് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ എല്ലാ പ്ലെയർക്കും 2 ചാൻസ് ഉണ്ട്. ആ 2 ചാൻസ് പോകണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പോകണമെന്നാണ് ഓക്കെ വേണം. ഇപ്പോൾ ഒരു പ്ലെയർ ബോൾ കൊടുക്കണ പകരം അങ്ങോട്ട് അടിച്ച് കളഞ്ഞാൽ ഒരു ചാൻസ് പോകും. പിന്നെ വേറെ ഒന്നുണ്ട്. പിന്നെ അടുത്ത റൂൾ എന്ന് വെച്ചാൽ അവരുടെ 2ാമത്തെ ചാൻസ് പോകണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പാസ് കിട്ടി, അവൻ എടുത്തില്ല, അപ്പോൾ അവൻ്റെ ഒരു ചാൻസ് പോകും. അവൻ എടുക്കാൻ പറ്റുമായിരുന്നു, എടുക്കാൻ പറ്റും, പക്ഷെ എടുത്തില്ലെങ്കിൽ ചാൻസ്. ഇത് 2ാമത്തെ ചാൻസ് ഇങ്ങനെയാണ് പോകേണ്ടതെന്നില്ല, ഇത് എങ്ങനെയാണെങ്കിൽ പോകും. എങ്ങനെയാണെങ്കിൽ പോകും. പിന്നെ ഔട്ടിന് പിന്നെ 2 ചാൻസ് ഒന്നുമില്ല ഗൈസ്. നമ്മളിങ്ങനെ ഡബിൾ ടച്ച് ചെയ്ത ഔട്ട് ആയ ഡയറക്റ്റ് ഔട്ടാണ്, ചാൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കളി കളാം. ഓക്കെ, നിഖിലാണ് ക്യാമറമാൻ. അപ്പോൾ നിഖിൽ നമ്മളിവിടെ അപ്പം നിഖിലാണ് ഫൈനൽ ബോസ്. അപ്പം നമ്മൾ 2 ആര് ജയിക്കുന്നോ നിഖിലൂടെ കളിക്കും. അതാണ് ലെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ് ഞാൻ 3 കാര്യം വിട്ടുപോയി പറയാൻ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ ക്യാച്ച് നമ്മളെ ഈ ഹാൻഡ് ബോൾ ആയ ഔട്ടാണ്, ഡയറക്റ്റ് ഔട്ടാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ എന്തോന്ന് ഈ ത്രോ, നമുക്കിപ്പോൾ ബോൾ പുറത്താൽ ത്രോ എടുക്കും, അത് നോർമൽ കാര്യമാണ്. പക്ഷേ ബോൾ എടുത്ത് ദൂരെ പോയി എടുക്കാൻ പറ്റില്ല, അത് ഔട്ടാവും. അടുത്ത് വന്നാൽ നമ്മൾ ത്രോ എടുക്കും. പിന്നെ 3ാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ നല്ല പവറിൽ കിക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, കിക്ക് ചെയ്തിട്ട് ഞാൻ പിടിച്ച് ബോൾ പുറത്ത് പോയി എന്നാൽ എൻ്റെ ഒരു ചാൻസ് പോകില്ല, അത് വേറെ ചാൻസ് ഇല്ല, അപ്പോൾ പോകില്ല. അപ്പോൾ ഇതാണ് റൂൾസ്. ഇപ്പോൾ റൂൾസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കളിയിലോട്ട് പോകാം. നമ്മൾ സ്പോൺസറായിട്ടാണ് വന്നിരിക്കണം. സ്പോൺസർ എന്ന് വെച്ചാൽ ഞാൻ ഇട്ടേക്കണത് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാണ്. എത്ര ബൂട്ടാണ് നിവ്യയുടെ എൻകൗണ്ടറിൻ്റെ ബൂട്ടാണ്. എൻകൗണ്ടർ കാണാമെന്ന് പറഞ്ഞുകൂടാ, എൻകൗണ്ടർ എൻകൗണ്ടർ. ഇപ്പം എൻകൗണ്ടറിൻ്റെ ബൂട്ടാണ്, കിടു ബൂട്ടാണ് ഗൈസ്. ഇത് ഞാൻ ഇപ്പം 1 year ആയി, എന്നിട്ട് ഒരു ഡാമേജും പറ്റിയില്ല ഗൈസ്. ഒരു ഡാമേജും പറ്റിയില്ല. സ്റ്റഡിന് മാത്രമേ ഒരു പ്രശ്നമൊന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം സ്റ്റഡ്. അപ്പം ഗൈസ് ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ് ഗൈസ്. അപ്പം നമ്മൾ ഇത് പോയി വാങ്ങിക്കുക, സെറ്റായിട്ടും 1 year ആയി. സ്റ്റഡിന് മാത്രമേ പ്രശ്നമുള്ളൂ, ഒക്കെ എല്ലാ സീനാണ് ഗൈസ്. അപ്പം നിങ്ങൾ പോയി വാങ്ങിക്കുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. ഓക്കെ, അതായത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇടാം, നിങ്ങളത് പോയി വാങ്ങിച്ചാൽ മതി. കിടുവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് കളിയിലോട്ട് കിടക്കാം. ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ടച്ച് ഇപ്പോൾ ഫസ്റ്റ് ടൈം 2 ടച്ച് ചെയ്യണ പ്രശ്നമില്ല. അകത്ത് കയറി ഗൈസ്. ത്രോ ആണ് ഗൈസ്. ത്രോ എടുക്കുകയാണ്. ജസ്റ്റ് മിസ്സാണ് ഗൈസ്. പോയി ഗൈസ്, പോയി. അവൻ്റെ ഒരു ചാൻസ് പോയാ. ഓക്കെ, ഇപ്പോൾ ചാൻസ് പോയില്ല. ത്രോ ആണ്. ഓ കൊണ്ടില്ല ഗൈസ്, കൊണ്ടില്ല. റബോണ ബാനാണ്, അതൊരു കാര്യമുണ്ട്. അവൻ്റെ ഒരു ചാൻസ് പോയി ഗൈസ്. സോ അവൻ്റെ ഒരു ചാൻസ് പോയാൽ അവൻ ഔട്ടാണ് ഗൈസ്. അതാണ്, ഒരു ചാൻസും കൂടി പോയാൽ ഔട്ടാ. എടുത്തു ഗൈസ്. അല്ലല്ല, അത് ഇൻസ്റ്റന്റ് പറ്റൂല ഗൈസ്, അതൊരെണ്ണം കൂടി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പറയാമെന്ന് വിചാരിച്ചോണ്ടിരുന്നു. ഇൻസ്റ്റന്റ് ഇല്ല ഗൈസ്, അപ്പോൾ കളി ബോറടിക്കും. പൊങ്ങിയില്ലെങ്കിൽ ഔട്ടാണ് ഗൈസ്, അതുകൊണ്ട് 2 പേരും ഔട്ടാകും തോന്നുന്നു. പൊങ്ങി. അത് ചേട്ടൻ അടുത്തായിരുന്നു, അപ്പോൾ ചേട്ടൻ്റെ ഒരു ചാൻസ് പോയി ഗൈസ്. പോയി അടുത്തായിരുന്നു. ജസ്റ്റ് മിസ് ഗൈസ്. പൊങ്ങിപ്പോയി. ഔട്ടാണ് ഗൈസ്, ഔട്ടാണ്. കൂടുതൽ പൊങ്ങിപ്പോയി, അപ്പോൾ ഔട്ടാ. അവൻ്റെ ഔട്ട്. സോ അവൻ ത്രോ എടുക്കാൻ പോന്നു ഗൈസ്. ത്രോ എടുത്തിട്ടുണ്ട്. അവൻ്റെ ഫസ്റ്റ് ത്രോ എന്ന് വിചാരിക്കുന്നു. സെറ്റാണ് ഗൈസ്. പുറത്ത് പോയി ചേട്ടൻ തട്ടി അവൻ്റെ കാല്. അപ്പോൾ പൊക്കണം. റബോന വേണ്ട. ജസ്റ്റ് മിസ്. ഔട്ടാണ് ഗൈസ്. ഡബിൾ ടച്ച് ആണ് ഗൈസ്. യെസ് ഗൈസ്.
അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നിഖിലാണ് ഫൈനൽ ബോസ്. അപ്പോൾ നിഖിലൂടെ കളിക്കണം. പക്ഷേ നിഖിൽ സീനായിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നിഖിൽ പാസ് കൊള്ളാം, നൈസ്. ഓക്കെ നിഖിൽ എടുക്കൂ. ഓക്കെ നിഖിൽ എടുത്തു. ഓക്കെ വണ്ടച്ചാണോ? ആ വണ്ടച്ചാണ്. ഓക്കെ നിഖിൽ ചിപ്പ് കൊടുത്തു. ഓക്കെ ബൈക്കിൻ്റെ മുകളിൽ പോയി. എൻ്റെ ഒരു ചാൻസ് പോയി ഗൈസ്. വെരി സാഡ് മൊമെൻറ്റ്. പക്ഷെ എൻ്റെ ഒരു ചാൻസ് പോയി ഗൈസ്. അപ്പം എൻ്റെ ചാൻസ് പോയി. അപ്പോൾ ഇതാ നിഖിൽ ഒരു ത്രോ എടുക്കുകയാണ്. അപ്പോൾ നിഖിൽ ത്രോ എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തു. ഇപ്പം പുറത്ത് പോയി. അപ്പോൾ ത്രോയാണ് ഗൈസ്. അപ്പോൾ നിഖിൽ ത്രോ എടുക്കാൻ പോവുകയാണ്. ഓക്കെ ഞാൻ അടിച്ചു. നിഖിലടിച്ചു. ആദ്യത്തെ നിഖിൽ ഫെഡറേറ്റ് അതിൻ്റെ കോപ്പി അടിച്ചെടുത്ത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വണ്ടച്ചെടുത്തു. എടുത്തു. ഓക്കെ ഗൈസ്, ചാൻസ് പോയാ? ഇല്ല ഗൈസ്, ഞാൻ തന്ന രീതി അങ്ങനെയായിരുന്നു. നിഖിലും പറയുന്നുണ്ട് ഞാൻ കൊടുക്കുക. ഞാൻ എൻ്റെ ത്രോ അല്ലേ? എൻ്റെ ത്രോ ഗൈസ്. ഞാൻ ത്രോ എടുക്കുകയാണ്. നിഖിൽ ജസ്റ്റ് ടച്ച് ഇട്ടു. ഞാൻ ഒരു ബാക്ക് പാസ് കൊടുത്തു. ബാക്ക് പാസ് ഇട്ടു. ബാക്ക് പാസ് ഇല്ല. ഓക്കെ വലിയൊരു ഷോട്ട് കൊടുത്തു. ബാക്ക് പാസ് ആണെന്നാണ് തോന്നുന്നത് ഗൈസ്. അല്ല ഗൈസ്, ചാൻസ് പോയാ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, ഞാൻ അങ്ങനെ അടിച്ചത്. ബാക്ക് നിഖിലെ ബാക്ക് പോയാ? ഇല്ല ഗൈസ്, പോയില്ല ഗൈസ്. ഞാൻ കൊടുത്തു. അവെടുത്തു. ഞാൻ കൊടുത്തു. ഓ നൈസ് കിൽ. പോയാ? ആ ത്രോ ആണ് ഗൈസ്. അപ്പോൾ നിഖിലിൻ്റെ ത്രോ ആണ് ഗൈസ്. ഓക്കെ നിഖിൽ ത്രോ എടുത്തു. നിഖിൽ പൊക്കി അടിച്ചു. ഓക്കെ ഗൈസ്, ഞാനൊരു ചിപ്പ് ഐറ്റം കൊടുത്ത് അവനും അടിച്ച് ഞാനും അടിച്ച്. എനിക്ക് വന്ന് ഞാൻ പാസ് കൊടുത്ത് പുറത്തു പോയി ഗൈസ്. ഇല്ല ഗൈസ്, അത് അടുത്ത് പോയിട്ട് കൊടുത്തില്ല. ത്രോയാണ്. ഓക്കെ ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തു. ഓക്കെ ഗോളായ. അപ്പോൾ ഗൈസ് എൻ്റെ ത്രോയാണ് ഗൈസ്. ഓക്കെ ഞാൻ ത്രോ ഇട്ടു. ഓക്കെ നിഖിൽ ജസ്റ്റ് ടച്ച്. ഓക്കെ നിഖിൽ ട്രിക്ക് ചെയ്തു ഗൈസ്. ജസ്റ്റ് ഗെറ്റ് റോസ്റ്റ് ആയി ഗൈസ്. ഓക്കെ ഞാനൊരു ടച്ച് കൊടുത്തു. നിഖിലൊരു ടച്ച് എടുത്തു. ഞാൻ ജയിച്ചു ഗൈസ്. നിഖിൽ ഡബിൾ ടച്ച് അടിച്ചു ഗൈസ്. ജയിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കമൻറ്റ് പറയാം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. Stay tuned and bye.